വൈകുന്നേരം അപ്പുക്കുട്ടനെ ട്യൂഷനിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു നാളെ സ്കൂളിൽ നോ ബാഗ് ഡേ, അതായത് ബാഗ് ഒന്നും വേണ്ട, കുറച്ച് പടം വരയ്ക്കാനുള്ള പേപ്പറും സ്കെച്ചും കൊണ്ടുപോയാൽ മതി. അത് കേട്ടപ്പോൾ തൊട്ട് ബാഗിൻ്റെ അകത്ത് നിറച്ചവൻ്റെ കയ്യിലിരിക്കുന്ന സ്കെച്ച് മൊത്തം അടുക്കി വെക്കുമായിരുന്നു കേട്ടോ. ഭയങ്കര ഉത്തരവാദിത്വമായിരുന്നു. എന്നിട്ട് ഓരോ സ്കെച്ചിന്റെ പേരും എന്നോട് പറയുക. അപ്പം ഞാൻ ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ, മാടമ്പള്ളിയിലെ ഗംഗേനി ഇവനാണോ എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് വേഗം പോയി കിടന്നിട്ട് രാവിലെ തന്നെ എന്നെ വിളിക്കണേ അമ്മയെന്ന് പറഞ്ഞു. വിളിക്കേണ്ട താമസം എഴുന്നേറ്റ് വന്ന് പല്ലൊക്കെ തേച്ചിട്ട് ഫുഡ് തന്നെത്താനെ വെച്ച് കഴിക്കുകയാണ് കേട്ടോ. നോട്ട് ദി പോയിന്റ്, ആ ബാഗ് താഴെ ഇരിക്കുന്നുണ്ടായി. എവിടെ പോയാലും അതുകൊണ്ടാണ് ഇപ്പോൾ പോകുന്നത്. ആ ഒരു സമയം കൊണ്ട് അവൻ്റെ ലഞ്ച് ബോക്സ് സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ തൻ്റെ ക്യാരറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കേട്ടോ. അപ്പോൾ ഇന്ന് ലഞ്ചിനാണെങ്കിൽ ഞാൻ അവന് ചപ്പാത്തി കേട്ടോ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ 2 ചപ്പാത്തി വെക്കരുത്, 1 ചപ്പാത്തിയെ വയ്ക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ 2 ചപ്പാത്തി പിച്ച് ഇട്ട് കൊടുത്തു കേട്ടോ. എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കത്തില്ല. എന്നിട്ട് കറിയായിട്ട് കുഞ്ഞായിട്ട് കട്ട് ചെയ്ത ചിക്കൻ കറി അങ്ങ് വെച്ച് കൊടുത്തു. പിന്നെ പുള്ളിക്ക് എൻ്റെ കൂട്ട് പുളിയൊക്കെ ഇഷ്ടമായതുകൊണ്ട് കുറച്ച് ബ്ലൂബെറി വെച്ച് കൊടുത്തു. പിന്നെ ക്യാരറ്റ് ഇതുപോലെ നമ്മുടെ ലേസിൻ്റെ പോലെ കട്ട് ചെയ്തെടുത്തുന്നുണ്ട്. ഹായ് നല്ല രസമെന്ന് പറഞ്ഞാൽ അത് അപ്പം തന്നെ ഇങ്ങനെ എടുത്ത് കഴിക്കുമായിരുന്നു കേട്ടോ. ഇവനെ പറ്റിക്കാൻ വേണ്ടി ഓരോന്ന് ഞാൻ കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്കൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്തേക്കാം കേട്ടോ. അങ്ങനെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി സ്നാക്സിലോട്ട് തണ്ടി ഈ ഒരു കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു കേക്ക് ഞാൻ കുറച്ച് വെച്ച് കൊടുത്ത് അടച്ചു വെക്കുന്നുണ്ട്. പിന്നെ കുടിക്കാനുള്ള വെള്ളവും വെച്ചു. ഞാൻ വരുന്നതിന് മുമ്പേ അവർ റെഡി ആയിട്ട് ബാഗ് ഇട്ടിങ്ങനെ ഇരിക്കുക കേട്ടോ. വാ പോവാം, ലേറ്റ് ആവും എന്നും പറഞ്ഞ്. എന്നിട്ട് പിന്നെ എന്നെ തുറന്നങ്ങ് കാണിക്കുമായിരുന്നു കേട്ടോ. ഇത് കണ്ടോ ഇതെന്തിനാ, പിന്നെ അവൻ്റെ ഫ്രണ്ട്സിനും കൊടുക്കണം, അവരെന്നോട് ചോദിക്കൂല്ലെങ്കിൽ എന്നൊക്കെ പറയാണ്. ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ, അത് അടിപൊളിയാണ് കേട്ടോ. അതും അടിപൊളിയാണ്. അത് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കുക. അവനിങ്ങനെ സെറ്റ് ചെയ്ത് എല്ലാം അടുക്കി പേനകളെല്ലാം അടുക്കി വെക്കുന്നത് അതിലാണ്. അങ്ങനെ അവൻ തന്നെ ഓടിപ്പോയി അവൻ്റെ ഷൂവും കാര്യങ്ങളും ഒക്കെ ഇട്ട് പാട്ടുപാടി അവിടെ വന്ന് നിന്ന് ബസ്സും കയറി അവൻ ടാറ്റ വന്ന് വീട്ടിൽ പോയി, അല്ല സ്കൂളിൽ പോയി. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് ഇങ്ങനെ സ്വസ്ഥമായിട്ടിരുന്ന് എന്ത് മനോഹരമായ ആചാരങ്ങൾ, എന്നും ഇതുപോലെയായിരുന്നെങ്കിൽ. അപ്പോൾ പിന്നെ അത്രയേ ഉള്ളൂ മക്കളെ. ടാറ്റ ബൈ, സീ യു.